അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ കോവിഡ്-19 എന്ന് പറയുന്ന വൈറസ് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് മരുന്നൊന്നും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഇത് വരാതെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നല്ല രൂപത്തിലായിരിക്കുക, എപ്പോഴും വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ സംഭവങ്ങൾ, അതായത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കിട്ടുന്ന നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ച് തന്ന രൂപത്തിലുള്ള നല്ല നല്ല ചുക്ക് വെള്ളങ്ങൾ, അതുപോലെ തന്നെ ചൂടുവെള്ളം ചൂടാക്കി നല്ലതുപോലെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ അതുപോലത്തെ ഒരു വെള്ളം എൻ്റെ വാപ്പിച്ചി തന്നെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളം, ഞങ്ങളിപ്പോൾ 1-2 ആഴ്ചയായി ദിവസവും 3 നേരവും 4 നേരവും ഒക്കെ ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു വെള്ളത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വെള്ളം അപ്പോൾ വീട്ടിലിപ്പോൾ ഞങ്ങൾ 2 ആഴ്ചയായിട്ടാണ് കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാം എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പറഞ്ഞു ഒരു കൈപാത്രമാണ്, ചായയൊക്കെ തിളപ്പിക്കുന്ന ഒരു പാത്രമാണ്. അതിലൊരു 1/4 പാത്രം വെള്ളം, അതിൽ ഒരു 12 പേരയില നല്ലവണ്ണം കഴുകി മുറിച്ച് ഇതിലിടണം. അത് കത്തി കൊണ്ട് മുറിച്ചിട്ട് ഇതിലിടണം. ഇടേണ്ട നോക്കിക്കൊള്ളണം, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, വളരെ ശ്രദ്ധിച്ചോളണം. അത് കഴിഞ്ഞ് കുറച്ച് തുളസിയുടെ ഇല, അത് ഒരു കണ്ടോ, ഒരു പിടി തുളസിയുടെ ഇല ഇട്ട്, അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളണം. ഉള്ളി ചെറിയ ഉള്ളി ചതച്ചതാണിത്. നന്നാക്കിയിട്ട് ചതച്ച സാധനമാണ്. ഇത്രേ ഉള്ളൂ, കണ്ട. അത് നിങ്ങൾ ഇട്ടോളണം, ഇതിങ്ങനെ ഇട്ടോളണം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചതച്ചതാണ്. ഏകദേശം 2 സ്പൂൺ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം 2 സ്പൂണാണ് വെളുത്തുള്ളി ചതച്ചത്. അത് ശരിക്കും നന്നാക്കി കഴുകി ചതച്ചെടുക്കണം. അതിട്ട് പിന്നെ ഇഞ്ചി ചതച്ചതാണ് കാണുന്നത്. നിങ്ങൾ കണ്ടോ, ശരിക്കും നന്നാക്കി കഴുകിയതിന് ശേഷം അത് ചതച്ചിട്ട് നമ്മളിത് ഏകദേശം ഒരു 1.5 സ്പൂൺ ഉണ്ടെന്ന് തോന്നണം. അതിട്ട് പിന്നെ പറയാനുള്ളത് അല്പം കുരുമുളക്, ഏതാണ്ട് കുറച്ച്, പിന്നെ കുറച്ച് കരയാമ്പ്, പിന്നെ കുറച്ച് കരിഞ്ജീരകം, പിന്നെ ഇതിൽ അടങ്ങിയത് ചുക്ക്, ഒരു ചെറിയ കഷ്ണം ചുക്ക്. ഇതെല്ലാം കൂടി ഞാൻ അമ്മിയമ്മ വെച്ച് പൊടിച്ചെടുത്തേക്കണതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഏകദേശം ഒരു 3 സ്പൂൺ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഒരു 3 സ്പൂൺ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ചെറിയ സ്പൂൺ 3 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതായത് ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. ഇത് RCM പ്രൊഡക്റ്റിന്റെ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന പച്ചമഞ്ഞളുണ്ടല്ലോ, അതായാലും മതി. ഈ RCMന്റെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പച്ചമഞ്ഞളായാലും മതി. അത് കുറച്ച് ചതച്ചിട്ട് അത് ഇങ്ങനെ തിളപ്പിക്കുക. അത് ശരിക്കും തിളക്കണം. ഏകദേശം ശരിക്ക് തിളച്ച് ഒരു 10 മണിക്കൂർ നമ്മളുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. അതായത് രാത്രി നമ്മൾ ഉണ്ടാക്കുക, അതിരാവിലെ കഴിക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം കഴിക്കാം. മഞ്ഞൾപ്പൊടി ഇടേണ്ട, ഒരു നുള്ളുള്ളൂ, കൂടുതലൊന്നുമില്ല, ഒരു നുള്ളു. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമുക്കിത് അടുപ്പയിൽ കൊണ്ടുപോയി വെച്ച് തിളപ്പിക്കാം. അങ്ങനെ എല്ലാ ചേരുവകളും ചേർത്ത് ഞങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചു. എല്ലാ ചേരുവകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 15 മിനിറ്റാണ് നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടത്. ആ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം വെട്ടി തിളച്ചു. ഇതുപോലെ നമ്മുടെ വെള്ളം വെട്ടി തിളക്കണം.
എന്നിട്ടേ നാം ആ വെള്ളം അടുപ്പിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ കാര്യങ്ങൾ ചേർത്ത് നിങ്ങൾ കുടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഇമ്മ്യൂണിറ്റി പവർ, ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇത് ഞങ്ങളുടെ വകയായിട്ട് പറയുന്നതല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും കേട്ടതും കണ്ടതും അനുഭവിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണ കാലത്ത് കോവിഡ്-19 നമ്മെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നാം ഇത് ഉപയോഗിക്കുക. പിന്നെ ഞങ്ങൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അതിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാതെ എന്ത് ചെയ്യുക, ശർക്കര ഇടുക. ഞങ്ങളിവിടെ ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും അത് ടേസ്റ്റി ആവും. അങ്ങനെ വെള്ളം തിളച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തു. വെള്ളം ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 10 മണിക്കൂർ സമയം നമ്മൾ വെക്കുകയാണ്. ഇനി അത് ഇല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കുടിക്കാവുന്നതാണ്. അങ്ങനെ അത്രയും സമയം കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുന്നു. ചൂടുവെള്ളം ഒഴിക്കല്ലേ? ആ തിളച്ച വെള്ളമാണ് ആ ഒഴിക്കണം. നമുക്ക് കുടിക്കുമ്പോൾ പറയാം. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയോടുകൂടെ. പലപ്പോഴും ഞാൻ മധുരമില്ലാതെയാണ് കുടിക്കുക. ശർക്കരയും ഇടാതെ കുടിക്കാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കലായിരിക്കും നല്ലത്. ശർക്കര ഇട്ടും വേണമെങ്കിൽ കുടിക്കാം. ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശർക്കര ഇടാതെ മധുരം ഉപയോഗിക്കാതെ കുടിക്കലായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എപ്പോഴും ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നതിന് ഇത് വളരെയേറെ ഉപകാരപ്രദമാണ് എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവിധ മഹാവ്യാധി വൈറസുകളെ തൊട്ടും കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഉക്കാഷ് ഓൺലൈൻ വ്ലോഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.